കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയേക്കും. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ടാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വീണ്ടും എത്തുന്നത്. കൊച്ചിയിലും തൃശൂരിലുമായി 2 ദിവസത്തെ പരിപാടികളാണ് മോദി ഇത്തവണത്തെ കേരള സന്ദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് റോഡ് മാർഗമായിരിക്കും മോദി തൃപ്രയാറിലേക്ക് എത്തുക. ഇതിനു മുന്നോടിയായിട്ട് തൃപ്രയാർ ക്ഷേത്രത്തിൽ പോലീസ് ഇന്ന് സുരക്ഷാ പരിശോധന നടത്തും. ജനുവരി 16-നാണ് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുക. തെരഞ്ഞെടുപ്പ് ഏകോപനത്തിലുള്ള BJP ബൂത്തുകളുടെ സമിതിയായ ശക്തി കേന്ദ്രയുടെ ചുമതലയുള്ളവരുടെ യോഗത്തിലായിരിക്കും അദ്ദേഹം ആദ്യം പങ്കെടുക്കുക. 7000 ശക്തി കേന്ദ്ര പ്രമുഖരാണ് കേരളത്തിലുള്ളത്. യോഗത്തിന് ശേഷം 16-ന് രാത്രി കൊച്ചി നഗരത്തിൽ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ശേഷം വെല്ലിംഗ്ടൺ ഐലൻഡിലെ താജ് ഹോട്ടലിൽ താമസം. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ 17-ന് രാവിലെ 8 മണിക്ക് ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനത്തിനും വിവാഹ ചടങ്ങിനും ശേഷം തിരികെ കൊച്ചിയിൽ തന്നെ എത്തുമെന്നും കൊച്ചി ഷിപ്പ്യാർഡിൽ 2 സുപ്രധാന വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം 10:30-നും നിർവഹിച്ച് മടങ്ങുമെന്നുമായിരുന്നു വിവരം. എന്നാൽ ഇതിനോടൊപ്പം തൃപ്രയാർ ക്ഷേത്ര സന്ദർശനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ലെന്നും എല്ലാ വിവാഹങ്ങളും നടത്തുമെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തിയുള്ള ക്രമീകരണം മാത്രമാണ് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനുവരി 17-ന് ഗുരുവായൂരിൽ വിവാഹങ്ങൾക്ക് സമയക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോദി എത്തുന്ന 17-ാം തീയതി 48 വിവാഹങ്ങൾക്ക് പുലർച്ചെ 5-നും 6-നും മധ്യയാണ് സമയം നൽകിയിരിക്കുന്നത്. 6 മണിക്കും 9-നും മധ്യേ വിവാഹങ്ങൾ നടത്തില്ല. അന്നേ ദിവസം വിവാഹ സംഘങ്ങൾ പ്രത്യേകം പാസ് എടുക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.